ഇന്ന് ഞാനൊരു പുതിയ ഒരു കാര്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നല്ല നമ്മളെ കുടുംബത്തിൽ നിന്ന് കുടുംബമാകുമ്പോൾ നമ്മുടെ വീടാണല്ലോ. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന, ഓരോ വ്യക്തിയെയും നയിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുരനുഭവങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മളൊരു ചോദ്യചിഹ്നമാവുകയും അവരുടെ വായിൽ നിന്ന് നമ്മൾ ഓരോന്നും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഒരുപാട് ദുഃഖങ്ങൾ അറിയിക്കാതെ നമ്മുടെ മക്കളെ വളർത്തും അല്ലേ. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. നമ്മളെ മക്കളെ നമ്മൾ വളർത്തും, കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച് അവർക്കൊരു തൊഴിൽ നേടി അവരൊരു എത്തിക്കുക, അവരെ ഒരു നിലയിലെത്തിക്കുക ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെയാണ് നമ്മളും ഓരോ അച്ഛനും അമ്മമാരും ഓരോരോ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നത്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെന്ന് പറയും, നമ്മളെ ഭാര്യ എന്ന് പറയും, നമ്മളെ കുടുംബം എന്ന് പറയും, നമ്മുടെ ഭർത്താവെന്നും പറയും, നമ്മുടെ അച്ഛനും അമ്മയെന്നും നമ്മളെ കൂടപ്പിറപ്പുകളെന്നും പറയും കൊണ്ട് കുടുംബത്തിനകത്ത് ഓരോ അറ്റാച്ച്മെൻ്റായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ നമുക്ക് ഓരോ തിരിച്ചടികൾ നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന് കിട്ടുമ്പോഴാണ് ഓരോ വ്യക്തിയും തിരിയുന്നതിനുള്ള ഓരോ കാരണങ്ങൾ, അവരവരുടെ രീതിയിലേക്ക് തിരിയുന്നതിനും അവരവർക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഇതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള ദുരനുഭവങ്ങളാണ്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെക്കുറിച്ചോ നമ്മളെ മക്കളെ കണ്ടോ അല്ലെങ്കിൽ മാമ്പു കൊണ്ടോ കൊതിക്കരുതെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതെത്രയോ സത്യമാണല്ലേ, സത്യമായ കാര്യമല്ലേ. മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങളിൽ ഇന്ന് അച്ഛനും അമ്മയായ നമുക്ക് ഇടപെടാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും അവരുടേതായ ജീവിത രീതികളും അവരവരുടേതായ അഭിപ്രായങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകും. ഒരിക്കലും ഒരു അച്ഛനും അമ്മയും മക്കളുടെ കാര്യങ്ങളിൽ ശരിക്കും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത്. കാരണം അവരൊരു പ്രായവും പക്വതയായാൽ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കടമകളും കർത്തവ്യങ്ങളും മാത്രം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുക. മുമ്പൊക്കെ നമ്മളെ അച്ഛനും അമ്മയെ ഒരു പനി വന്ന് കിടന്നു പോയാൽ നമ്മൾ രാവിലെ ഓടിച്ചെന്ന് നോക്കും, അയ്യോ അച്ഛൻ എഴുന്നേറ്റോ അല്ലെങ്കിൽ അമ്മ എഴുന്നേറ്റോ എന്ന്. പക്ഷേ ഇന്നുള്ള മക്കൾ നമ്മൾ പനി വന്ന് കിടന്നാലും നമ്മളൊരു അസുഖം വന്ന് കിടന്നാലും അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കാണ് മുൻതൂക്കം കാണുന്നത്. ഇന്നുള്ള ഒരു മക്കളും ഞാൻ നോക്കിയിട്ട് കാരണം ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും അനുഭവങ്ങളെന്ന്. പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി നോക്കിയാൽ നമ്മൾ കാണുന്ന 95% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവരുത്. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കും കൂടി മുൻതൂക്കം നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയത്തിരുന്ന് തനിയെ ഇരുന്ന് കരയുമ്പോൾ നമ്മുടെ നിഴൽ പോലും നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യുന്നതിനൊപ്പം നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ ബാക്കിയുള്ള കാലങ്ങളിൽ നമ്മളത് നോക്കാൻ നോക്കുക. കാരണം പിന്നീട് നമ്മളിരുന്ന് കരയരുത്. ശരിയല്ലേ ഗെയ്സ്? ശരിയല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോസിനെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.